ആവശ്യപ്പെടുന്നത്. പകർച്ചവ്യാധി വ്യാപനം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെ പാളിയത് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് കൊടുക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കിയിരിക്കണമെന്നും ആശുപത്രി തലത്തിലും സർക്കാർ തലത്തിലും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇതിന് മറുപടി പറഞ്ഞു. നിയമസഭയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. പറയൂ അലക്സ്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം സഭയിലേക്ക് എത്തിക്കുകയാണ് പ്രതിപക്ഷം. സംസ്ഥാനത്ത് നമുക്ക് അറിയുന്നത് പോലെ പ്രതിദിന കേസുകൾ 13,000-ന് മുകളിലാണ്. ഷിഗല്ല കേസുകൾ, മഞ്ഞപ്പിത്തം കേസുകൾ, അതുപോലെ ഡെങ്കിപ്പനി, അത്തരത്തിൽ വിവിധ തരം പകർച്ചവ്യാധികളുടെ വ്യാപനം സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പിന്റെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് ഉന്നയിക്കുന്നത് പ്രതിപക്ഷം. പ്രധാനമായി പ്രതിപക്ഷം ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് എബോള, നിപ്പ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തെന്നാണ് ഈ പ്രതിപക്ഷത്തിന്റെ നോട്ടീസിൽ പി എം മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. പക്ഷേ അത് ആരോഗ്യവകുപ്പ് മന്ത്രി തള്ളുകയാണ്. അത്തരത്തിൽ എബോള സംസ്ഥാനത്ത് എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ എവിടെയും എബോള റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനു പകരം സൗത്ത് സുഡാനിൽ വന്ന് കേരളത്തിലേക്ക് എത്തി കോട്ടയത്ത് ഒരു സ്ത്രീ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. അത് പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നടക്കമുള്ള പരിശോധനയാണ് അത് നെഗറ്റീവായത്. അതിനാൽ മുഹമ്മദ് റിയാസ് ആ നോട്ടീസിൽ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് മറ്റു വ്യാപനങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം, മഞ്ഞപ്പിത്തം, അതുപോലെ ഷിഗല്ല തുടങ്ങിയ കേസുകളിൽ വ്യാപനമുണ്ട് എന്ന് ആരോഗ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പകരം അതിലെ പ്രധാന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളാണ്. ആരോഗ്യവകുപ്പ് ഈ ദിവസങ്ങളിൽ കർശനമായ പ്രതിരോധ നടപടികൾ ആവിഷ്കരിക്കുകയാണ്. അത് സർക്കാർ തലത്തിലും ആശുപത്രി തലത്തിലുമൊക്കെ പ്രതിരോധ നടപടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഹൈപ്പവർ കമ്മിറ്റിയെ ഈ പകർച്ചവ്യാധി നിയന്ത്രണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കണക്കുകൾ അത് ജനങ്ങളിലേക്ക് എത്തണം, അത് കൂടുതൽ സുതാര്യമാക്കണമെന്ന് വ്യക്തമാക്കുന്നു. ഈ രോഗവിവര കണക്കുകൾ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഡ്രൈ ഡേ ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ ഡെങ്കിപ്പനി വ്യാപനം കുറയ്ക്കുന്നതിന് വേണ്ടി ആ പ്രതിരോധ നടപടികൾ ഉറവിട കൊതുക് നശീകരണം അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു. ഒപ്പം ഡ്രൈ ഡേ 3 ദിവസം ഡ്രൈ ഡേ സംസ്ഥാനത്ത് തീരുമാനിച്ചു. ഡ്രൈ ഡേ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.